പശ്ചിമേഷ്യ വീണ്ടും ലോകത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ ഗൾഫ് മേഖലയാകെ അതീവ ജാഗ്രതയിലാണ്. ഏതാനും ദിവസങ്ങളായി ഉണ്ടായ സൈനിക നീക്കങ്ങൾ പ്രദേശത്തെ സുരക്ഷാ സാഹചര്യം മാത്രമല്ല, ആഗോള സമ്പദ്വ്യവസ്ഥയും എണ്ണ വിപണിയെയും കുറിച്ചുള്ള ആശങ്കകളും ശക്തമാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം കുവൈറ്റ്, ബഹറിൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും വിന്യസിച്ചതായാണ് പറയപ്പെടുന്നത്. ഈ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിൽ വലിയ സുരക്ഷാ വെല്ലുവിളികൾ സൃഷ്ടിച്ചതോടെ വിവിധ രാജ്യങ്ങൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാക്കി. സാധാരണയായി നേരിട്ടുള്ള യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇപ്പോൾ സംഘർഷത്തിന്റെ പ്രത്യാഘാതം നേരിടുന്ന അവസ്ഥയിലാണുള്ളത്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നാണ്. ഈ മേഖലയിൽ വ്യാപാര കപ്പലുകൾക്ക് ഭീഷണിയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്ക നാവിക സാന്നിധ്യം ശക്തമാക്കിയതും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. തുടർന്ന് ദക്ഷിണ ഇറാനിലെ ചില സൈനിക കേന്ദ്രങ്ങൾക്കും റഡാർ സംവിധാനങ്ങൾക്കും നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയതായി വിലയിരുത്തപ്പെടുന്നു. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സൈനിക നടപടികൾക്ക് മറുപടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ സ്ഥിതി അതീവ ആശങ്കാജനകമായി. ഈ പശ്ചാത്തലത്തിലാണ് കുവൈറ്റിലേക്കുള്ള ആക്രമണം നടത്തിയതായി വിവരങ്ങൾ പുറത്തുവരുന്നത്. US സൈനിക കേന്ദ്രങ്ങളും പ്രധാന നിയന്ത്രണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും നിരവധി ഡ്രോണുകളും വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ. കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഭൂരിഭാഗം ആക്രമണങ്ങളും ആകാശത്തു വെച്ച് തന്നെ തകർത്തുവെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിലും വ്യവസായ മേഖലകളിലും പതിച്ചതിനെ തുടർന്ന് തീപിടുത്തങ്ങളും മറ്റ് നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കുവൈറ്റ് സൈന്യവും അഗ്നിശമന സേനയും മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നടത്തി. കൂടാതെ തീരപ്രദേശത്തെ ഒരു നാവിക കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും അതിലുണ്ടായിരുന്ന ചില സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. ബഹറിനിലും സ്ഥിതി സമാനമായിരുന്നു. അമേരിക്കയുടെ 5ാം നാവികസേനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന അവകാശവാദം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഉയർത്തി. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ബഹറിനിലെ വിവിധ ഭാഗങ്ങളിൽ സൈറൻ മുഴങ്ങുകയും ജനങ്ങളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. ജോർദാനും അതീവ ജാഗ്രത പുലർത്തി. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞതായി അധികൃതർ അറിയിച്ചു. തങ്ങളുടെ ആകാശവും മണ്ണും മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധഭൂമിയാകാൻ അനുവദിക്കില്ലെന്നും ദേശീയ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നുമാണ് ജോർദാന്റെ നിലപാട്. ഈ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം കാണാൻ കഴിയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ലോകത്തിന്റെ വലിയൊരു ശതമാനം എണ്ണയും പ്രകൃതിവാതകവും ഈ മേഖലയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഹോർമുസ് കടലിടുക്കോ സമീപ പ്രദേശങ്ങളിലോ സംഘർഷം രൂക്ഷമായാൽ ആഗോള എണ്ണ വിതരണ ശൃംഖല തന്നെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ഭീഷണിയുണ്ടായാൽ എണ്ണ ഗതാഗതം പോലും തടസ്സപ്പെടുത്താൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അതേസമയം വ്യാപാര കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് ചെലവും ചരക്ക് ഗതാഗത ചെലവും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയും സഖ്യ രാജ്യങ്ങളും കൂടുതൽ സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ പശ്ചിമേഷ്യ സംഘർഷം കൂടുതൽ വ്യാപിക്കാമെന്ന ആശങ്കയും ശക്തമാണ്. അതിനാൽ ഗൾഫ് രാജ്യങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആഭ്യന്തര സുരക്ഷയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ്. നയതന്ത്ര ശ്രമങ്ങൾ വിജയിക്കാതെ പോകുന്ന സാഹചര്യം ലോകത്തെ മറ്റൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. എണ്ണവിലയിലെ അസ്ഥിരത, കടൽ വ്യാപാരത്തിലെ തടസ്സങ്ങൾ, വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ ആഗോള വിപണിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും ലോകം അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. യുദ്ധം വ്യാപിക്കാതെ നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനപരമായ പരിഹാരം കണ്ടെത്താനാകുമോ, അതോ സാഹചര്യം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്.